കേരളത്തിൽ വീണ്ടും ഒരു ആൾക്കൂട്ടക്കൊല നടന്നിരിക്കുന്നു. നമുക്കറിയാം, അട്ടപ്പാടിയിൽ മധു ആൾക്കൂട്ടക്കൊലയ്ക്ക് വിധേയമായിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞതാണ്. അതുപോലെ മംഗലാപുരത്ത് ഒരു മലയാളി, നമ്മുടെ സ്റ്റേറ്റിലല്ല എങ്കിൽ പോലും ആദ്യമായിട്ടൊരു മലയാളി വംശീയ അതിക്രമത്തിന് വിധേയമായി കൊല്ലപ്പെട്ട സംഭവം ഉണ്ടായി. 2025 ഏപ്രിൽ 27 ഇന്നലെ കഴിഞ്ഞ ദിവസം ഇപ്പോൾ നമുക്കറിയാം, പാലക്കാട് വാളയാർ അട്ടപ്പള്ളത്ത് ജോലി തേടി വന്നിട്ടുള്ള ഒരു ഛത്തീസ്ഗഡ് സ്വദേശി ഭീകരമായി ക്രൂരമായി കൊല ചെയ്യപ്പെട്ടിട്ട്, അദ്ദേഹത്തെ കൊല ചെയ്യുന്ന സമയത്ത് ചോദിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ബംഗ്ലാദേശിയാണോ എന്നാണ് ആവർത്തിച്ച് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മറ്റെന്തെങ്കിലുമല്ല. നീ എന്തിന് കളവ് ചെയ്തു, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമല്ല ചോദിക്കുന്നത്. കളവിൻ്റെ പേരിൽ കൊല ചെയ്തു എന്നൊക്കെ പിന്നീട് പറയുന്നുണ്ടെങ്കിലും നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന ഒരു കാര്യമുണ്ട്, അതൊരു വംശീയ കൊലയായിരുന്നു എന്ന്. ബംഗ്ലാദേശിയാണ് എന്നും ബംഗ്ലാദേശിൽ നിന്ന് വന്നിട്ടുള്ള ഒരു മുസ്ലിം ആണ് എന്നും കരുതിയായിരുന്നു. നമുക്കറിയാം, അറസ്റ്റ് ചെയ്യപ്പെട്ട പലരും സംഘപരിവാര പ്രവർത്തകരാണ്. അതിൽ 6ഓളം പേരെ മാത്രമാണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളൂ. 15ഓളം പേര് അതിൽ പ്രതികളാക്കപ്പെട്ടിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ അതിനുശേഷം നടന്നിട്ടുള്ള കാര്യങ്ങൾ വളരെ വാസ്തവത്തിൽ പാലക്കാട് നിന്ന് ഈ ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ബന്ധുക്കൾ ആയിട്ടുള്ള 2 പേരും, ജോലിക്ക് ആയി വന്നിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളായിട്ടുള്ള 2 പേരാണ് ബോഡി പോലീസിൻ്റെ കൂടെ ബോഡി തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുന്നത്. ഈ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ച വിവരം അറിഞ്ഞുകൊണ്ട് ഞാൻ നേരത്തെ സൂചിപ്പിച്ച മംഗലാപുരത്ത് കൊല ചെയ്യപ്പെട്ട അഷറഫിൻ്റെ സഹോദരൻ ഓടിയെത്തുകയാണ് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക്. തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിയ സമയത്താണ് അവിടെ കൂടെയുള്ള ബന്ധുക്കളെ പറയുന്നത്, പാലക്കാട്ട് നിന്ന് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് ബോഡി എത്തിക്കുന്നത് തന്നെ 3700ഓളം രൂപ ആംബുലൻസിൻ്റെ വാടക ഇവരുടെ അടുത്ത് നിന്ന് വാങ്ങി എന്നുള്ളതാണ്. മാത്രമല്ല, വളരെ പെട്ടെന്ന് ഈ കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടം കഴിച്ച് എല്ലാം ഒതുക്കി തീർത്ത് 25000 രൂപ തരികയാണെങ്കിൽ വേഗം ഡെഡ് ബോഡി മരിച്ചയാളുടെ നാട്ടിലെത്തിക്കാം, അല്ലെങ്കിൽ ഛത്തീസ്ഗഡിലെ അദ്ദേഹത്തിൻ്റെ ഗ്രാമത്തിലെത്തിക്കാം, വീട്ടിലെത്തിക്കാം എന്നാണ് പോലീസ് പറയുന്നത്. അതിനാവശ്യപ്പെടുന്നത് 25000 രൂപയാണ്. നമ്മൾ ആലോചിക്കണം, ഈ അഷറഫിൻ്റെ സഹോദരനായിട്ടുള്ള നമ്മുടെ ജബ്ബാർ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ പോലീസ് പറഞ്ഞ പോലെ 25000 രൂപയും അവരുടെ നിന്ന് വാങ്ങി ഈ ഡെഡ് ബോഡി നാട്ടിലെത്തിക്കുമായിരുന്നു. ബാക്കി കാര്യങ്ങളെല്ലാം, അതായത് ഇപ്പോൾ അത് സമൂഹത്തിൽ ഉയർന്നു വന്നിട്ടുണ്ട്, അതൊരു വംശീയ കൊലപാതകമായിരുന്നു എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. മാത്രമല്ല, പുറത്ത് വന്നിട്ടുള്ള പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് എന്നുള്ളത് വളരെ മനുഷ്യരായിട്ടുള്ളവർക്കൊന്നും അത് വായിക്കാൻ പോലും കഴിയാത്ത നിലയ്ക്കാണ്. കാരണം കാലിൻ്റെ വിരൽ മുതൽ തല വരെ ഉള്ള ശരീരത്തിൻ്റെ എല്ലാ ഭാഗവും ഇഞ്ചിഞ്ചായി വലിയ വടി കൊണ്ട് കടുത്ത എന്താ പറയുക ക്രൂരമായിട്ടുള്ള അടിയേറ്റ് പൊടിഞ്ഞിട്ടുണ്ട്. നട്ടെല്ല് പൊട്ടിയിട്ടുണ്ട്, വാരിയെല്ലുകൾ മുഴുവൻ നുറുങ്ങിയിട്ടുണ്ട്, തല പൊട്ടിയിട്ടുണ്ട്. അങ്ങനെ മാത്രമല്ല, ആ കൊലപാതകത്തിൻ്റെ വീഡിയോയും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. വീഡിയോയിൽ വളരെ വ്യക്തമായിട്ട് നമുക്ക് കേൾക്കാം ബംഗ്ലാദേശി എന്നുള്ള ചോദ്യം. അപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, സ്വന്തം ഗ്രാമത്തിൻ്റെ പേരാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാട്ടിൽ ജോലി തേടി വന്നിട്ട് വെറും 4-5 ദിവസമേ ആയിരുന്നുള്ളൂ മനുഷ്യന്. ആ മനുഷ്യന് 2 കുട്ടികളുണ്ട്, ചെറിയ മക്കളുണ്ട്, 30 വയസ്സേ പ്രായമുള്ളൂ, 2 മക്കളുണ്ട്, അതുപോലെ ഭാര്യയുണ്ട്, പ്രായമായിട്ടുള്ള മാതാവുണ്ട്. അങ്ങനത്തെ ഒരു മനുഷ്യനെ യാതൊരു മടിയില്ലാതെ വംശീയതയുടെ പേരിൽ ബംഗ്ലാദേശിയാണെങ്കിൽ കൊല്ലാം, അല്ലെങ്കിൽ മുസ്ലിം ആണെങ്കിൽ കൊല്ലാം എന്നുള്ള ഒരു തോന്നലേക്ക് എത്തുന്നൊരു നിലയിലേക്ക് മലയാളികൾ മാറിയിരിക്കുന്നു എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ രീതിയിൽ ഇപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പറയാനുള്ളത്, ഒരു പക്ഷേ അഷറഫിൻ്റെ സഹോദരനായിട്ടുള്ള ജബ്ബാർ അവിടെ എത്തിയില്ലായിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഇന്നിപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന മാധ്യമങ്ങളിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയിൽ ഒന്നും നടക്കില്ലായിരുന്നു. ജബ്ബാർ ഒരു നിമിഷം ആലോചിക്കുകയാണ്, തൻ്റെ സഹോദരൻ അഷറഫ് കൊല ചെയ്യപ്പെട്ടപ്പോൾ അവിടെ ആരുമില്ലാതെ ഒരു പക്ഷേ ഒരു അനാഥ ബോഡിയായിട്ട് അത് മാറുമായിരുന്നു. ആ സ്ഥാനത്ത് ആ പ്രദേശത്തുള്ള മനുഷ്യർ, അവിടുത്തെ മാധ്യമപ്രവർത്തകർ, ഷബീർ കൊടുവള്ളിയെ പോലെയുള്ള അവരൊക്കെ ഇടപെടുകയും അതുപോലെ അവിടെയുള്ള വാർത്താഭാരതിയുടെ
വാർത്താഭാരതി എന്ന് പറയുന്ന മാധ്യമത്തിൻ്റെ റിപ്പോർട്ടർ അവിടെ ചെന്ന് ബോഡി കാണുകയും അതിനുശേഷമുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ് വാസ്തവത്തിൽ അഷറഫിൻ്റെ കുടുംബത്തിന് ജബ്ബാർ അടക്കമുള്ളവർക്ക് അഷറഫിൻ്റെ വളരെ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടതാണെങ്കിലും അവരുടെ ഡെഡ് ബോഡി തിരിച്ച് നാട്ടിലെത്തിക്കുന്നതിന് കഴിയുന്നത്. അതേപോലെ ഒരു നിമിഷം ജബ്ബാർ ആലോചിക്കുകയാണ്, അഷറഫ് കിടന്നിരുന്ന ആ അവസ്ഥ ആലോചിക്കുകയാണ്. അതേപോലെ ഈ രാംനാരായണനെ കാണുകയും തൻ്റെ സഹോദരൻ്റെ സ്ഥാനത്ത് മോർച്ചറിയിലുള്ള ബോഡി കാണുക, അങ്ങനെ ആ ഒരു നിലയ്ക്ക് ഉള്ള ഒരു ഉൾവിളി പാലക്കാട്ട് നിന്ന് ഓടി ജബ്ബാറിനെ തൃശ്ശൂർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിക്കുകയാണ്. തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പം മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള വംശീയ കൊലകൾ നടക്കുമ്പോൾ അതിനെ ആ രീതിയിൽ തന്നെ നേരിടുകയും ഇത്തരം വംശീയ കൊലകൾ നടക്കാതിരിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികൾ എടുക്കുകയാണ് വേണ്ടത്? എന്താണ് ഇക്കാര്യത്തിൽ ഇനി എന്താണ് നമുക്ക് അറിയാൻ ഭരണകൂടവും പൊതുസമൂഹമൊക്കെ ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നത് ഈ വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇതൊരു ആൾക്കൂട്ടക്കൊലയാണോ, ഒരു ഹിന്ദുത്വർ നടത്തിയ കൊലപാതകമാണോ എന്നുള്ളൊരു തർക്കം പോലെയായിട്ടാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു വെറും ആൾക്കൂട്ടക്കൊലയല്ല, ഇത് ഹിന്ദുത്വർ നടത്തിയ കൊലപാതകമാണ് എന്നുള്ളൊരു നരേഷൻ നമുക്ക് കാണാൻ പറ്റും. മറ്റൊരു ഘടകം എന്ന് പറയുന്നത് ഇതിലൊരു ഇസ്ലാമോഫോബിയുടെ ഒരു ഘടകമാണ്. ഒരു ഇസ്ലാമോഫോബിക്കായിട്ടൊരു ആക്റ്റാണ് നടന്നിട്ടുള്ളത്. ആ ഇസ്ലാമോഫോബിയ എങ്ങനെയാണ് പ്രവർത്തിച്ചതെന്ന് മനസ്സിലാക്കി. ഇനി രണ്ട് കാര്യങ്ങളാണ് ഇതിലുള്ളത്. മൂന്നാമത്തേതാണ് നേരത്തെ അമ്മിയെ പറഞ്ഞ ഇതിലെന്ത് നടപടികൾ നമുക്ക് സ്വീകരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ക്വസ്റ്റ്യനാണ്. ഇതിൽ ഏറ്റവും ആദ്യം വരുന്നത് എങ്ങനെയാണ് ഇതൊരു ആൾക്കൂട്ടക്കൊലയാണോ? യഥാർത്ഥത്തിൽ ആളുകൾ കരുതുന്നത് ഒരു ഇൻസിഡൻറ്റിനെ അല്ലെങ്കിൽ ഒരു കൊലപാതകത്തെ ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ഏതെങ്കിലും രീതിയിൽ ഹിന്ദുത്വർ നടത്തിയ, ഈ കേസിൽ എല്ലാ ആളുകളും 5 പേരൊറ്റ ഹിന്ദുത്വരാണ്, ബാക്കിയുള്ള ആളുകളുടെ ഇത് നമുക്കറിയില്ല, അത് പുറത്തു വന്നിട്ടില്ല. എന്തായാലും 5 പേര് RSS പ്രവർത്തകരാണെന്നും എസ് ഡി പി ഐയുടെ ഒരു പ്രവർത്തകനെ കൊല ചെയ്ത ഒരു കൊലപാതക കേസിൽ പ്രതിയാണെന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഇങ്ങനൊരു സന്ദർഭത്തിൽ RSSൻ്റെ നേതൃത്വത്തിലാണ് ഇത് നടന്നതെന്ന് നമുക്കറിയാം. പക്ഷേ ഇത് അതേസമയം ഇതൊരു ആൾക്കൂട്ടക്കൊലയാണ്. അപ്പോൾ ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ ഇതിനെ നമ്മൾ കുറച്ച് പറയലാണോ? ഇതാണ് സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ചില ചർച്ച. യഥാർത്ഥത്തിൽ നമ്മൾ ഈ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നതും സാധാരണ കൊലപാതകവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ കാഴ്ചപ്പാടിൽ തന്നെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ നമ്മളുടെ FIR നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ നമുക്ക് അതിൻ്റെ FIR പുറത്തു വന്നിട്ടുണ്ട്. FIR നോക്കിക്കഴിഞ്ഞാൽ FIR അതിനെ വെറും ഒരു കൊലപാതകമായിട്ടാണ് കണ്ടിട്ടുള്ളത്. സാധാരണ കൊലപാതകങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കൊലപാതകങ്ങൾക്കൊരു മോട്ടീവ് ഉണ്ടാവണം, ഒരു ഉദ്ദേശം ഉണ്ടാവണം. അവർക്ക് ഉദാഹരണത്തിന് കൊല്ലപ്പെട്ട ആളും കൊല ചെയ്ത ആളുകൾക്കും തമ്മിൽ എന്തെങ്കിലും ഒരു സ്പർദ്ധയോ അവർക്ക് തമ്മിൽ ഒരു വാക്ക് തർക്കമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവണം. അപ്പോഴാണ് ഒരു കൊലപാതകം നടക്കുന്നത്. ഇതൊന്നും ഇല്ലാതെ ഒരു കൊലപാതകം നടക്കില്ല എന്നാണ് സാധാരണ ആൾക്കാർ വിചാരിക്കുന്നത്. അപ്പോൾ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് ഇങ്ങനെയല്ലാതെയും നാട്ടിൽ ഒരുപാട് കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് ഒരാൾ വേറൊരു കാര്യം കൂടി, കൊല ചെയ്യാൻ വരുന്ന ആളുകൾക്ക് തമ്മിൽ പരസ്പര ബന്ധം പോലും ഉണ്ടാവണമെന്നില്ല, അങ്ങനെ കൊലപാതകം നടക്കുന്നുണ്ട്. അപ്പോൾ ആൾക്കൂട്ടക്കൊല കൊല ചെയ്യാൻ വരുന്ന ആളുകൾക്ക് പരസ്പരം ബന്ധമില്ലാതിരിക്കുക, അതേപോലെ തന്നെ കൊല ചെയ്യുന്ന ആളും കൊല്ലപ്പെടുന്ന ആളുകൾക്ക് തമ്മിൽ ബന്ധമില്ലാതിരിക്കുക, ഇങ്ങനെയും കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്താണ് ലിഞ്ചിങ്, മോബ് ലിഞ്ചിങ്ങും അല്ലെങ്കിൽ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നൊരു രീതി നമ്മളതിനെ മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത്. നമുക്കറിയാം ഈ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് ചരിത്രപരമായി നോക്കിക്കഴിഞ്ഞാൽ അമേരിക്കയിൽ ഈ അടിമത്ത കാലഘട്ടത്തിൽ ഈ വംശീയവാദികൾ അവിടുത്തെ കറുത്തവരെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന, വിചാരണയില്ലാതെ കൊല്ലാൻ ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ്. അതാണ് ലിഞ്ചിങ് നമ്മളെന്ന് അറിയപ്പെടുന്നത്. ചരിത്രപരമായിട്ട് 1700-കളിലൊക്കെ നിലനിന്നിരുന്ന ഒരു കാര്യമാണ്. അതിൽ നിന്നാണ് ഈ വാക്ക് തന്നെ ഉത്ഭവിക്കുന്നത്. അപ്പോൾ ഈ ആൾക്കൂട്ടക്കൊലകൾ എന്തിനാണ്? ഒരു ആൾക്കൂട്ടക്കൊലയിൽ കൊല ചെയ്യുന്ന എന്തിനാണ്? യഥാർത്ഥത്തിൽ ഇവർ തമ്മിൽ നേരിട്ട് ബന്ധമൊന്നുമില്ല, ഉണ്ടാവണമെന്നില്ല, ഉണ്ടാവാതിരിക്കാം. മറിച്ച് ഈ ആളുകൾ അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്നത് കുറച്ചുകൂടി വൈഡർ റേഞ്ചിലുള്ള ഒരു വിദ്വേഷമാണ്. ചിലപ്പോൾ അയാൾ തങ്ങളുടെ വംശത്തിൽപ്പെട്ട അയാളോട് വംശീയമായി വിദ്വേഷം ഉണ്ടാവും, അല്ലെങ്കിൽ അയാളോട് മതപരമായ വിദ്വേഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഭാഷാപരമായ വിദ്വേഷം ഉണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള വംശീയമായ വിദ്വേഷങ്ങൾ ഉണ്ടാകുമ്പോഴാണ് ഈ രീതിയിലുള്ള ആൾക്കൂട്ടക്കൊലകൾ നടക്കുന്നത്. അപ്പോൾ അവിടെ ഇയാളെ നേരിട്ട് ബന്ധമില്ലെങ്കിലും ഈ കൊലപാതകങ്ങൾക്ക് നടക്കാം. മാത്രമല്ല, കൊല ചെയ്യാൻ വരുന്ന ആളുകൾ പരസ്പരം ബന്ധപ്പെട്ടിട്ടില്ല, അവരെല്ലാവരും ഇയാളെ ഒരു ശത്രുവായി കാണുകയാണ്. ഇങ്ങനെയുള്ള രീതിയിലുള്ള കൊലപാതകങ്ങൾ വരുമ്പോഴാണ് നമ്മൾ ലിഞ്ചിങ് എന്ന് പറയുന്നത്, മോബ് ലിഞ്ചിങ് ഒക്കെ ഒരു നിയമപുസ്തകങ്ങളിലേക്ക് ഇടം പിടിക്കുന്നത്. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 2014 മോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ഈ ഗോസംരക്ഷകരുടെ നേതൃത്വത്തിൽ വ്യാപകമായിട്ട് ദളിതർക്കിടയിലും അതുപോലെ തന്നെ ദളിതരെയും മുസ്ലിങ്ങളെയും ആക്രമിക്കാൻ തുടങ്ങുന്നത്. അപ്പം ഇങ്ങനെ ആക്രമിക്കുന്ന സമയത്ത് ധാരാളം സംഭവങ്ങൾ രാജ്യത്തുണ്ടായി. ഈ സമയത്താണ് ഇതിനെതിരെ
നിയമ നടപടി ഉണ്ടാവണം. ആൾക്കൂട്ടക്കൊലകളിൽ വംശീയമായ ഒരു മോട്ടീവ് ഇതിന് പിന്നിലുണ്ട്. വ്യക്തിപരമായ മോട്ടീവുകളൊന്നും ഇല്ലെങ്കിലും വംശീയമായ മോട്ടീവുകളുണ്ട്. ഇതിനെ ലിഞ്ചിങ്ങിനെ നിയമപരമായി നിർവചിക്കണം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാടുണ്ടാകുന്നത്. 2018 തഹസീൻ പൂനാവാല കൊടുത്ത ഒരു പൊതുതാൽപര്യ ഹർജിയോട് കൂടിയാണ് ഇതൊരു നിയമപുസ്തകത്തിന്റെ ഭാഗമാണ്. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് സുപ്രീം കോടതി എന്താണ് ആൾക്കൂട്ടക്കൊല എന്ന് ഒരു പരിധി നിർവചിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആൾക്കൂട്ടക്കൊല നാലോ അഞ്ചോ ആളുകൾ, അല്ലെങ്കിൽ 5-ൽ കൂടുതൽ ആളുകൾ, അല്ലെങ്കിൽ 4-ൽ കൂടുതൽ ആളുകൾ വംശീയമായോ മതപരമായോ ഭാഷാപരമായോ കാരണങ്ങളാൽ ഒരാളെ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ കൊല ചെയ്യുകയാണെങ്കിൽ അതിന് നമുക്കൊരു ആൾക്കൂട്ടക്കൊല എന്ന് വേഗമായിട്ട് നമുക്ക് തന്നെ പറയാൻ പറ്റും. അപ്പോൾ അവിടെ കാരണം വംശീയമാണ്. ഈ ആളുകൾ തമ്മിൽ പരസ്പരം നേരിട്ട് ബന്ധം ഉണ്ടാവണമെന്നില്ല. അങ്ങനെയാണ്. അങ്ങനെ കൊല ചെയ്യപ്പെടുകയാണെങ്കിൽ സാധാരണ കൊലപാതകങ്ങൾ കൈകാര്യം ചെയ്തതുപോലെ ഇതിനെ കൈകാര്യം ചെയ്യാൻ പറ്റില്ല. അതിനെ കൈകാര്യം ചെയ്യേണ്ടത് ഈ കൊലപാതകം അറിഞ്ഞു കഴിഞ്ഞാൽ ഉടനെ തന്നെ സർക്കാർ ഒരു SITനെ പ്രഖ്യാപിക്കണം. ഈ SITനെ നയിക്കുന്നത് SP-യിൽ കുറയാത്ത റാങ്കിൽ ഒരാളായിരിക്കണം. അത് SPO അല്ലെങ്കിൽ SPക്ക് മുകളിലുള്ള ആളുകളോ ആണ് ഈ അന്വേഷണം നടത്തേണ്ടത്. ഇതിനൊരു ഫാസ്റ്റ് ട്രാക്ക് കോടതി ഉണ്ടാവണം. അതുപോലെ ഇയാൾക്ക് കോമ്പൻസേഷൻ കൊടുക്കണം, കുടുംബത്തിന് കോമ്പൻസേഷൻ കൊടുക്കണം. ഇത്രയും കാര്യങ്ങൾ ഉൾപ്പെട്ടിട്ടുള്ളൊരു രീതിയാണ് ആൾക്കൂട്ടക്കൊലകൾ കൈകാര്യം ചെയ്യാൻ ഇന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള മാനദണ്ഡങ്ങൾ എന്ന് പറയുക, അല്ലെങ്കിൽ ശുപാർശകൾ. ഇതിനെ അനുസരിച്ചാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടത്. പക്ഷേ വാളയാർ കേസിൽ നോക്കിക്കഴിഞ്ഞാൽ, FIR നോക്കിക്കഴിഞ്ഞാൽ ഈ FIRൽ ഈ പറഞ്ഞ ഒരു തരത്തിലുള്ള മാനദണ്ഡങ്ങളും പാലിച്ചിട്ടില്ല. സാധാരണ സ്റ്റേഷൻ SIയോ സ്റ്റേഷൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള SI ആണോ CI ആണെങ്കിൽ അവരാണ് ഇപ്പോൾ കേസെടുത്ത് മുന്നോട്ട് പോകുന്നത്. അത് ശരി. അപ്പോൾ ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്നത് വൈഡർ പെർസ്പെക്റ്റീവിൽ കാണേണ്ടുന്ന വംശീയമായ ഒരു ആക്രമണമാണ്. ഇതാണ് ഇതിന്ന്. അപ്പോൾ സോഷ്യൽ മീഡിയയിലെ ആളുകൾ ഇതിനെ മനസ്സിലാക്കുന്നത് ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ അത് കാര്യങ്ങളെ കുറച്ച് കാണുന്നതിന് തുല്യമാണ് എന്നാണ് ആളുകൾ കരുതുന്നത്. ആൾക്കൂട്ടക്കൊല കുറച്ച് കാണുന്നതല്ല, വംശീയതയെ വിശദീകരിക്കാൻ നിയമപരമായി ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. ആ വാക്ക് അപ്പോൾ അതിന് സർക്കാർ ചെയ്യേണ്ടത് അതിനെ പ്രഖ്യാപിക്കുകയാണ്. ഇതൊരു ആൾക്കൂട്ടക്കൊലയായി പ്രഖ്യാപിക്കുകയും അതിനനുസരിച്ചുള്ള മാനദണ്ഡം ഇതിൽ ഉപയോഗിക്കുകയാണ് വേണ്ടത്. അത് ഇവിടെ ഉണ്ടായിട്ടില്ല. അത് ഒന്നാമത്തെ ഇതാണ്. രണ്ടാമത് ഇതിലൊരു ഇസ്ലാമോഫോബിയ ഉണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം, കൊല ചെയ്ത ഒരാൾ യഥാർത്ഥത്തിൽ പിന്നീട് മനസ്സിലായി ഇദ്ദേഹം ഒരു ഹിന്ദു ആണെന്ന് മനസ്സിലായി. ഇദ്ദേഹം ഒരു ബംഗ്ലാദേശി എന്ന് പറഞ്ഞിട്ടാണ് അദ്ദേഹത്തെ കൊല ചെയ്തത്. പക്ഷെ അദ്ദേഹം ഇന്ത്യക്കാരനാണെന്ന് മനസ്സിലായി. അദ്ദേഹം മുസ്ലിമാണെന്ന് അവർ പറഞ്ഞിട്ടില്ല. പക്ഷെ നമുക്കറിയാം ബംഗ്ലാദേശി എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒപ്പം ഒരു മുസ്ലിം ഉണ്ട്, അല്ലേ? മുസ്ലിം ഉണ്ട്. അപ്പോൾ മുസ്ലിമാണെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അവർ കരുതുന്നു, മുൻകൂട്ടി അവർ കരുതുന്നുണ്ട്. അങ്ങനെയാണ് ഈ കൊലപാതകം നടക്കുന്നത്. പക്ഷേ ആൾക്കൂട്ടക്കൊലയിൽ ഇയാൾ ഇങ്ങനെയാണെന്ന് വിചാരിച്ചിട്ട് അയാളെ കൊല ചെയ്യുമ്പോൾ അപ്പോൾ യഥാർത്ഥത്തിൽ അയാൾ മുസ്ലിം അല്ല. അപ്പോൾ മുസ്ലിങ്ങൾ ഉണ്ടാവണം എന്നില്ല ഒരു വംശീയമായ ആക്രമണം നടത്താനായിട്ട്. അപ്പോൾ ഇസ്ലാമോഫോബിയുടെ ഒരു പ്രത്യേകത, മുസ്ലിങ്ങൾ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കണമെങ്കിൽ, ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു ആക്ട് ഉണ്ടാവണമെങ്കിൽ, ഇസ്ലാമോഫോബിക്കായിട്ടുള്ളൊരു പ്രസ്താവന ഉണ്ടാവണമെങ്കിൽ അവിടെ മുസ്ലിങ്ങൾ ഉണ്ടാവണമെന്ന് ഒരു നിർബന്ധമില്ല. ഇസ്ലാമോഫോബിയ മുസ്ലിങ്ങളുടെ അഭാവത്തിൽ ഉണ്ടാവാം, മുസ്ലിങ്ങളുടെ അസാന്നിധ്യത്തിലുണ്ടാവാം. ഇതിൽ ഏറ്റവും നല്ലൊരു കേസ് 2020 ഒരു കേസ് ഉണ്ടായിട്ടുണ്ട്. നമ്മളുടെ പൽഘാർ എന്ന് പറയുന്ന മഹാരാഷ്ട്രയിലൊരു കേസുണ്ട്. 2020 ഒരു പ്രദേശത്ത്, ഗ്രാമത്തിൽ പെട്ടെന്നൊരു കാട്ടുതീ പോലെ ഒരു വാർത്ത വന്നു. കുറേ ആളുകൾ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ വരുന്നുണ്ട്. ആ വാർത്ത വന്ന് വാട്സപ്പിലൂടെയൊക്കെ ഭയങ്കരമായിട്ട് പ്രചരിച്ചു. ഈ പ്രചരണത്തിൻ്റെ ഭാഗമായിട്ട് ഈ സ്ഥലത്ത് ആളുകൾ വിജിലൻ്റായി. അങ്ങനെ അതിനിടയിൽ ഈ കോവിഡിൻ്റെ കാലമാണ്. ആ സമയത്താണ് ഒരു കാറിൽ കുറച്ച് സന്യാസിമാർ ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പോകുന്നത്. ഇത് കണ്ടതോടുകൂടി ആളുകൾ വിചാരിച്ചു വേഷം മാറി വന്ന ആളുകളാണെന്ന് വിചാരിച്ചു ഇവരാക്രമിച്ചു. ഈ ആക്രമണത്തിന് ശേഷം അവരിൽ 2 പേര് കൊല്ലപ്പെടുകയും ചെയ്തു. ഇത് ഈ വന്ന വിജിലൻ്റായി നിന്ന് ആളുകൾ ആക്രമിച്ച ആളുകളിൽ 100ഓളം ആളുകളുണ്ട്, കുട്ടികളുണ്ട്, എല്ലാ ആളുകളുണ്ട്. അതിൽ മുസ്ലിങ്ങളില്ല, എല്ലാവരും ഹിന്ദുക്കളാണ്. പക്ഷെ BJP എന്ത് ചോദിച്ചാൽ ഇത് ഇതെല്ലാവരും കൊല ചെയ്തതൊക്കെ മുസ്ലിങ്ങളാണെന്ന് പറഞ്ഞിട്ട് വലിയ പ്രചാരണം ആരംഭിച്ചു. ഈ സമയത്ത് മഹാരാഷ്ട്ര സർക്കാർ പ്രതികളുടെ മുഴുവൻ ലിസ്റ്റ് പുറത്തുവിട്ടു. ഈ തമാശ എന്താണെന്ന് വെച്ചാൽ മരിച്ചത് യഥാർത്ഥത്തിൽ ഹിന്ദുക്കളാണ്, മുസ്ലിങ്ങളല്ല. അവിടുത്തെ ഇസ്ലാമോഫോബിയ അങ്ങനെയാണ് പ്രവർത്തിച്ചത്. ഇവിടുത്തെ ഇസ്ലാമോഫോബിയ പ്രവർത്തിച്ചത് സന്യാസിമാരാണ് പറയുന്നത്. ഇവിടുത്തെ ഇസ്ലാമോഫോബിയ പ്രവർത്തിച്ചത് മുസ്ലിങ്ങളാണെന്നുള്ള ഒരു ധാരണയിലാണ് ഇവിടെ ഇസ്ലാമോഫോബിയ പ്രവർത്തിക്കുന്നത്, അല്ലേ? അപ്പോൾ അവിടെ യഥാർത്ഥ മുസ്ലിങ്ങളില്ല, പക്ഷെ എങ്കിലും ഇസ്ലാമോഫോബിയ ഉണ്ടാകാം. അതാണ് എനിക്കിതിനൊരു ആമുഖമായിട്ട് പറയാൻ തോന്നുന്നത്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ ജബ്ബാർ ചൂണ്ടിക്കാണിച്ച വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്ന്, ഇത്തരം ഒരാളുടെ ഡെഡ് ബോഡി ഒരു പാലക്കാട്ട് നിന്ന് തൃശ്ശൂർക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പൈസ ഈ കൊല ചെയ്യപ്പെട്ട ആളുടെ ബന്ധുവിൻ്റെ കയ്യിൽ നിന്ന് എടുക്കുന്നു. നേരെ മറിച്ച് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ രീതിയിലുള്ള ഒരു ആൾക്കൂട്ടക്കൊലയാണ് എന്ന് തിരിച്ചറിഞ്ഞ
പോലീസ്, അതിൽ പോലീസിൽ ഉന്നത ഉദ്യോഗസ്ഥർ തീർച്ചയായിട്ടും അവർക്ക് വിവരം കിട്ടിക്കാണുമല്ലോ. മാത്രമല്ല ആ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ടതാണ്. അപ്പോൾ നാട്ടുകാർ മൊത്തം കണ്ടൊരു വീഡിയോ പോലീസും കാണാതിരിക്കാൻ യാതൊരു സാധ്യതയില്ല. സൈബർ സാധ്യതകൾ ഇഷ്ടം പോലെയാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൊലപാതകം നടന്നിട്ട് അതിൻ്റെ കൂടെ വെറുതെ ഒന്നോ രണ്ടോ ഏറ്റവും താഴ്ന്ന നിലയിലുള്ള ഒന്നോ രണ്ടോ പോലീസ് എസ് ഐ റാങ്കിലും താഴെ ഉള്ള ആൾക്കാരെ മാത്രം ഈ ഡെഡ് ബോഡിയുടെ കൂടെ ഒന്നോ രണ്ടോ ആൾക്കാരെ മാത്രം പറഞ്ഞയക്കുക, അതൊക്കെ വലിയ എന്താ പറയുക പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നിട്ടുള്ള വലിയ വീഴ്ചകളാണ്. മാത്രമല്ല അതിന് പൈസ വാങ്ങുന്നു. അതിനൊക്കെ അപ്പുറത്ത് ചെറിയ എന്തെങ്കിലും നഷ്ടപരിഹാരം നമ്മൾ നേരത്തെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ ഇത് ആൾക്കൂട്ടക്കൊലയ്ക്ക് ലഭ്യമാവേണ്ടുന്ന അല്ലെങ്കിൽ അതിൻ്റെ ആ നിയമപരമായിട്ട് ലഭ്യമാകേണ്ടുന്ന അവസരമൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ചെറിയ എന്തെങ്കിലും നഷ്ടപരിഹാരം വാങ്ങിക്കൊടുത്ത്, മാത്രമല്ല 25,000 റുപ്യ ഈ നാട്ടിൽ ബോഡി എത്തിക്കാൻ വേണ്ടി കൊടുത്തുകൊണ്ട് ഇതെല്ലാം ഇപ്പോൾ ഈ എന്താ പറയുക വലിയ തോതിലുള്ള കൃത്യവിലോപങ്ങളാണ് നടന്നിട്ടുള്ളത്. ജബ്ബാർ ഇന്ന് പറഞ്ഞൊരു കാര്യം, ഇന്നലെ വൈകുന്നേരം കണ്ട് സംസാരിക്കുന്ന സമയത്ത് ജബ്ബാർ പറഞ്ഞൊരു കാര്യം, ഈ പോലീസ് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ യഥാർത്ഥത്തിൽ അവിടെ ഉണ്ടായിരുന്ന മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ, തൃശ്ശൂരുള്ള മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ വരെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉള്ളവർ അവിടുന്ന് മാറി നിൽക്കുകയാണ് ചെയ്തത്. ഈ ബോർഡർ കൂടെ വന്നിട്ടുള്ള 1-2 പേരുടെ തലയ്ക്ക് ഇതിട്ടിട്ട് ഈ ഉത്തരവാദിത്തം വിട്ടിട്ട് അവർ മാറി നിൽക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ കഴിഞ്ഞതെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് നിൽക്കുന്ന ഈ വീഴ്ച, പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ള ഈ വീഴ്ച ശരിക്കും പറഞ്ഞാൽ ഇത് വലിയ തോതിൽ ഇതിന് ആ കാര്യം നന്നായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പ്രത്യേകിച്ച് കേരളത്തിലെ പോലീസ് ഈ രീതിയിൽ പെരുമാറുന്നു എന്നുള്ളത് നമ്മൾ മലയാളികളെ സംബന്ധിച്ചോളം വളരെ എന്താ പറയുക അപമാനകരമായിട്ടുള്ളൊരു കാര്യമാണ്. എനിക്ക് തോന്നുന്നു ഇതിനിടയിൽ വേറൊരു കാര്യം ചെയ്തിട്ടുണ്ട്. പോലീസ് കളവ് കേസാണെന്ന് പറഞ്ഞിട്ട് ഒരു മോട്ടീവ്, ഒരു സാധാരണ കൊലപാതക കേസാക്കാൻ വേണ്ടിയിട്ട് ആണ് ചെയ്തെന്ന് കരുതുന്നത്. അതായത് നമുക്ക് മംഗലാപുരം കേസിൽ നോക്കിയാൽ കാണാം. മംഗലാപുരം കേസിൽ കൊലപാതകത്തിന് ശേഷം അവർ പല കാരണങ്ങളാണ് പറഞ്ഞത്. പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചു ഒരു കാരണം, രണ്ടാമത്തെ കാരണം അയാൾ മോഷ്ടിച്ചു രണ്ടാമത്തെ കാരണം, മൂന്നാമത്തെ കാരണം അയാൾ വെള്ളം എടുത്തു കുടിച്ചു. ഇങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ അവർ ഉന്നയിച്ചു. ഈ ആരോപണങ്ങളൊക്കെ വന്നത് എപ്പോഴാണ്? യഥാർത്ഥത്തിൽ കൊലപാതകം നടക്കുകയും ഇത് കേസാവുമ്പോൾ മോട്ടീവായിട്ട് കണ്ടെത്താൻ വേണ്ടിയാണ് ചെയ്യുന്നത്. അതായത് ആൾക്കൂട്ടക്കൊല എന്ന് പറയുന്ന വംശീയ സ്വഭാവം ഇല്ല എന്ന് വരുത്താൻ വേണ്ടിയിട്ട് പോലീസിൻ്റെ കൂടി ഒത്താശയോടുകൂടിയാണ് ഇത്തരത്തിലുള്ള കളവ് കേസായിട്ട് മാറ്റുന്നത്. ഇത് ആൾക്കൂട്ടക്കൊലകളുടെ ഒരു രീതിശാസ്ത്രമാണിത്. എല്ലാ ആൾക്കൂട്ടക്കൊലകളെയും സർക്കാരുകളും ഭരണകൂടങ്ങളും പോലീസും കൈകാര്യം ചെയ്യുക. ഇതിന് ഏതെങ്കിലും സാധാരണ ഒരു കൊലപാതകമായിട്ട് മനസ്സിലാവും. ഒന്നുകിൽ പോലീസിനെ എങ്ങനെയാണ് ആൾക്കൂട്ടക്കൊലകളെ കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയില്ല, അല്ലെങ്കിൽ അവർ ബോധപൂർവം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യത്തിന് അതിൽ ഉൾപ്പെടുത്തില്ല. വേറൊരു കാര്യമുണ്ട്. ആൾക്കൂട്ടക്കൊല ഉണ്ടാവുകയാണെങ്കിൽ സംഭവിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ ഈ 15ഓളം വരുന്ന, ഇപ്പോൾ ഇതിൽ 15 പ്രതികളുണ്ടെന്നാണ് പറയുന്നത്, ഈ 15 ആളുകൾ മാത്രമല്ല പെടാൻ പോകുന്നത്. ഇത്തരത്തിലുള്ള വിദ്വേഷ പ്രചാരണങ്ങൾ നടത്തിയിട്ടുള്ള മുഴുവൻ ആളുകളുടെയും ഇതിൻ്റെ ഈ പരിധിയിലേക്ക് കൊണ്ടുവരാൻ പറ്റും. കാരണം വിദ്വേഷ പ്രചാരണമാണ് ഇതിൻ്റെ യഥാർത്ഥത്തിൽ ഇവിടെ എന്താ സംഭവിക്കുന്നത്? കിംവദന്തികളാണ്, റൂമറുകളാണ് ഈ രീതിയിൽ ഉണ്ടാവുക. ഇപ്പൊ ആരാണ് ഈ റൂമറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്? വിദ്വേഷ പ്രചാരകരാണ്. ചുരുക്കി പറഞ്ഞാൽ വിദ്വേഷ പ്രചാരകരുടെ കൂടെ അവരെ കൂടെ നിയമപരമായി നേരിടാനുള്ള ഒരു രീതിയാണ് ഇതിനെ ആൾക്കൂട്ടക്കൊലയായിട്ട് തിരിച്ചറിയുക എന്നുള്ളത്. പക്ഷെ ഇതുവരെയും നമുക്കറിയാം സർക്കാർ വളരെ ഔദാര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾ ഫ്രീ ആയിട്ട് എത്തിച്ചു കൊടുക്കുന്ന ബോഡി. അതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. തമാശ എന്താ വെച്ചാൽ പൊതുസമൂഹത്തിനും ആളുകൾക്ക് മനസ്സിലായിട്ടില്ല ആൾക്കൂട്ടക്കൊല എന്ന് പറഞ്ഞാൽ എന്തോ ഒരു ചെറിയൊരു കാര്യം. സംഖ്യകൾ എന്ന് പറഞ്ഞാൽ രസമുള്ളൂ എന്നാണ് അവർ വിചാരിക്കുക, അല്ലെങ്കിൽ സംഖ്യകൾ എന്ന് പറഞ്ഞാൽ ശക്തിയുള്ളൂ എന്ന് വിചാരിക്കുക. അങ്ങനെയല്ല, വളരെ ശക്തമായിട്ടുള്ള രീതിയിൽ നേരിടാവുന്ന വംശീയ കൊല എന്നാണ് അതിനെ പറയാനായിട്ട്. വംശീയ കൊലപാതകത്തെ നിയമപരമായി തന്നെ നേരിടണം. അഷ്റഫിന്റെ കാര്യത്തിൽ നമുക്കറിയാം, ഈ നേരത്തെ പറഞ്ഞ പോലെ പാകിസ്ഥാൻ മുദ്രാവാക്യം വിളിച്ചുവെന്നും കളവ് നടത്തിയെന്നും അത്തരം ആരോപണങ്ങളൊക്കെ ഉന്നയിക്കുന്നത് ഇത് അജ്ഞാത ബോഡി എന്ന് പറഞ്ഞിട്ട് മോർച്ചറിയിൽ കൊണ്ടുവച്ചിട്ടുള്ളത് ഷബീർ വാർത്താപാല ഷബീർ തിരിച്ചറിയുന്നതിന് ശേഷമാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ അജ്ഞാത ബോഡിയായിട്ട് ഒരുപക്ഷെ അഷ്റഫ് മാറിയിരുന്നെങ്കിൽ ഈ കാര്യങ്ങളൊന്നും വരില്ല. പാകിസ്ഥാൻ മുദ്രാവാക്യം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊന്നും വരില്ല. അതുപോലെ നമുക്കറിയാം, ഇന്നലെ ഇപ്പോൾ ഈ ജബ്ബാർ തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ മോർച്ചറിയുടെ അടുത്ത് എത്തിയിരുന്നില്ലെങ്കിൽ ഈ കാര്യങ്ങളൊന്നും ഒരുപക്ഷെ ഇപ്പോൾ വന്നിട്ടുള്ള വീഡിയോ അടക്കം ഒന്നും പുറത്തു വരാൻ പോകുന്നില്ല. ഇതൊരു സാധാരണ കൊലപാതകമോ അതുപോലെ ഒരു അജ്ഞാത ബോഡിയൊക്കെ ആയിട്ട് നാട്ടിലേക്ക് പാക്ക് ചെയ്ത് വിടുമായിരുന്നു. എന്തായാലും ഈ രീതിയിലുള്ള വംശീയ കൊലകൾ നടക്കുമ്പോൾ ശക്തമായിട്ട് അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണം. മാത്രമല്ല പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഇത്തരം കൊലപാതകങ്ങളോട് എടുക്കുന്ന ഈ രീതി ശരിയല്ല.
അത് കർശനമായിട്ട് ഈ രീതിയിൽ ഇതിനെ ഇത്ര എന്താ പറയുക വളരെ ലൂസായിട്ട് അല്ലെങ്കിൽ വളരെ എന്താണ് ഒരു നിസ്സാര കാര്യം പോലെ ഈ വംശീയ കൊലപാതകം നടന്നിട്ട് അതിനെ എങ്ങനെ കൈകാര്യം ചെയ്ത പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് കർശന നടപടി അവർക്ക് എതിരെ എടുക്കേണ്ടതുണ്ട്. അതുപോലെ വളരെ കൃത്യമായിട്ട് ഈ എന്താ പറയുക നമ്മുടെ രാംനാരായൺ എന്ന് പറയുന്ന ദൗർഭാഗ്യം ഏറ്റുവാങ്ങിയ മനുഷ്യന് അവരുടെ കുടുംബത്തിന് ആ മതിയായ നഷ്ടപരിഹാരം നിയമപരമായിട്ട് എങ്ങനെയാണോ ആൾക്കൂട്ടക്കൊലയുടെ നിയമത്തിന് അനുസരിച്ച് നഷ്ടപരിഹാരം എത്തിക്കേണ്ടത് ആ രീതിയിൽ നഷ്ടപരിഹാരം എത്തിച്ചു കൊടുക്കുകയും അതുപോലെ നിയമത്തിൻ്റേതായിട്ടുള്ള എല്ലാ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാക്കുകയും ചെയ്യേണ്ടതുണ്ട്. അതോടൊപ്പം എനിക്ക് തോന്നുന്നത് ഇതിൽ ഈ വളരെ പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് ഇസ്ലാമോഫോബിയക്കെതിരൊരു നിയമം നാട്ടിൽ കൊണ്ടുവരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇസ്ലാമോഫോബിയക്കെതിരൊരു നിയമം, ഹെയ്റ്റ് സ്പീച്ചിനെതിരെ നിയമം പല അത് അങ്ങനെ ചർച്ച ആക്ച്വലി ആരംഭിച്ചിട്ടുണ്ട്. ആ രീതിയിൽ കൂടെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്നാണ് തോന്നുന്നത്. അതോടൊപ്പം ഒരു കാര്യം പറയാതിരിക്കാൻ കഴിയില്ല, അഷ്റഫിൻ്റെ സഹോദരൻ ജബ്ബാർ കാണിച്ച ഒരു സാഹോദര്യം ദുരന്തമുഖത്തോ അല്ലെങ്കിൽ അതുപോലെ സ്ഥലത്തോ കാണിച്ചൊരു സാഹോദര്യം വളരെ മാതൃകാപരമാണ്. അദ്ദേഹത്തിന് അതെ, തീർച്ചയായിട്ടും അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യം ഇത് തീർച്ചയായിട്ടും വെറുപ്പിൻ്റെ വെറുപ്പിൻ്റെ ഭാഗമായിട്ടുള്ളതാണ്, കൃത്യമായിട്ട് വംശീയമാണ്, ഇസ്ലാമോഫോബിക്കാണ്. ആ രീതിയിൽ തന്നെ ഇതിനെ കൈകാര്യം ചെയ്യണമെന്ന് വളരെ കൃത്യമായിട്ട് അദ്ദേഹം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഇത് മറ്റൊന്നുമല്ല, ഇതൊരു തൊഴിലാളിയുടെ കൊലയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലുള്ള ദളിതൻ്റെ കൊലയോ അല്ലെങ്കിൽ ഇതര സംസ്ഥാനക്കാരൻ്റെ കൊലയോ ഒന്നുമല്ല. ഇത് വളരെ കൃത്യമായിട്ട് ഈ ഹെയ്റ്റ് സ്പീച്ചിൻ്റെ അല്ലെങ്കിൽ ഹെയ്റ്റഡ് ക്രുവൽറ്റിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിനെ ആ രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നാണ് അദ്ദേഹം ആവശ്യപ്പെട്ടുകൊണ്ടേയിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ഇടപെടൽ വളരെ നമുക്കൊക്കെ ആശ്വാസം നൽകുന്നതാണ്.